ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ റാൻഡമായിട്ടൊരു സ്ഥലത്തോട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന ടൈമായെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ നടക്കുമായിരുന്നു. സൺസെറ്റ് കണ്ടിട്ട് പോകാമെന്ന് ഓർത്ത്. അപ്പോൾ ഇവിടെ കുറേ ചെടികളും ഇതൊക്കെ കണ്ടു. ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഒരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലം, എന്നിട്ട് ഫ്രണ്ടിൽ കടൽ അങ്ങനെ കണ്ടു. അപ്പോൾ ഈ വെറുതെ നിലത്തേക്ക് നോക്കിയപ്പം കുറേ കുഞ്ഞു കുഞ്ഞു കക്കകളും ഇതൊക്കെ കിടക്കുന്നു. അപ്പോൾ കുറച്ചേ ഉണ്ടാകുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ കണ്ടു, കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് മുന്നോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ആ പ്രദേശം മുഴുവൻ അതൊരു കടലായിരുന്നു. ആ കടൽ വറ്റിച്ച് അവിടെ ഇങ്ങനെ സ്ഥലമാക്കി അവിടെ വീടും ഫ്ലാറ്റും ഇതൊക്കെ ഇവിടെ സാധാരണയായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. ഇങ്ങനെ കടലിങ്ങനെ നികത്തിയെടുത്തിട്ട് ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ എനിക്കിതങ്ങ് കണ്ടിട്ടങ്ങ് മറ്റേ ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട പോലെ എന്ന് പറയും. ഞാനിതെല്ലാം കണ്ടിട്ട് എനിക്കങ്ങ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. നിങ്ങൾ നോക്ക്, അത് ഫുൾ അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് മൊത്തം കടലാണ്. അപ്പോൾ ഇതും ഒരു കടലിൻ്റെ ഏരിയ, അതായത് ഈ പ്രദേശം മുഴുവൻ ഇങ്ങനെയാണ്, ഒരു മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കുക. അവിടെ ഇങ്ങനെ കുറേ ബുഷ് ചെടികളും ഇങ്ങനെ മണ്ണായിട്ട് കിടക്കുക. അതായത് നമ്മളിപ്പം ഈ ബൈബിളിലൊരു കഥയുണ്ടല്ലോ, ഈ കടൽ രണ്ടായിട്ട് പിളർന്നിട്ട് ഇങ്ങനെ നടക്കൂടെ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഒരു എന്തുവാ പറയുന്നത്, ഞാൻ ഏതാണ്ട് വിഭ്രാന്തിയായിട്ട് ഇങ്ങനെ നടക്കും. അതിലേക്കൂടി ഇങ്ങനെ അത് കണ്ടോ, ഇത് കണ്ടോ, ആ ചെടി കണ്ടോ, ഈ ചെടി കണ്ടോ. എനിക്കങ്ങ് കണ്ടിട്ട് മതിയെന്നില്ല. ഞാനിപ്പോൾ സങ്കല്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഫുള്ളങ്ങ് നീല വെള്ളമാണ്. നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ ആ അകത്തൂടി ഇങ്ങനെ നടന്ന് കാണുമ്പോഴുള്ള കാഴ്ച ഉണ്ടല്ലോ, അത് തന്നെയാണ് ഞാനീ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഒന്നും മൺതരിയല്ല കേട്ടോ, ഇത് ഫുള്ള് മറ്റേ നമ്മുടെ പിരിയൻ ശംഖില്ലേ, പിരിയൻ ശംഖുകൾ, കക്കകൾ, പലതരം ഷെല്ലുകൾ, പല ജീവികൾ, കുഞ്ഞു ഈ കടലിലെ വെള്ളത്തിനടിയിലൊക്കെ കാണുന്ന ടൈപ്പ് കുറേ ജീവജാലങ്ങളുണ്ടല്ലോ, അതിൻ്റെ എല്ലാം ഇങ്ങനെ ഒരു കൂമ്പാരം പോലെ ഇങ്ങനെ കിടക്കുക. ഇതിങ്ങനെ മണ്ണ് പോലെ ഇങ്ങനെ, അതായത് ഇവിടെ വെള്ളമായിരുന്നെങ്കിൽ ഈ സാധനങ്ങൾക്കെല്ലാം ജീവനുണ്ട്. ഇതുങ്ങളെല്ലാം ഇങ്ങനെ ജീവിയായിട്ട് ഇങ്ങനെ കിടക്കുക. എല്ലാത്തിനും ജീവനുണ്ട്. മീൻ കാണും. അപ്പം ഞാനിങ്ങനെ ആവശ്യമില്ലാണ്ടൊക്കെ മറ്റേ ആലീസ് ഇൻ വണ്ടർലാൻഡ് പോലെ ഓരോന്നൊക്കെ ആലോചിച്ച് വട്ടളകി അതിലേക്കൂടി ഇങ്ങനെ ഓടി നടക്കുക. എനിക്കാണെങ്കിൽ ചെടികളൊന്നും കണ്ടിട്ടങ്ങ് മതിയാവുന്നില്ല. അതിൻ്റെ ഓരോ ചെടികളും അതിപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ വെള്ളത്തിനടിയിലായിരുന്നെങ്കിൽ അതിങ്ങനെ കിടന്ന് ഇളകുമായിരുന്നു. എന്തൊക്കെ സാധനങ്ങൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ചെടീൻ്റെയൊക്കെ കളറ് കണ്ടു. ഇതൊക്കെ എന്ത് സാധനം, ഇത് കടലിനടി വളരേണ്ട എന്തോ ഒരു ചെടിയാണ്. അതുങ്ങളിപ്പം എനിക്ക് തോന്നുന്നു വെള്ളമില്ലാണ്ട് വളരാൻ അതുങ്ങൾ പഠിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ ഈ ഡ്രൈ ലാൻഡിൽ അതിങ്ങനെ വളർന്ന് നിൽക്കുന്നത്. അപ്പം എനിക്കിതൊക്കെ കണ്ടിട്ടങ്ങ് സഹിക്കാൻ മേല. ഇത് കണ്ടു, ഇതിങ്ങനെ ഒരു കൂമ്പാരത്തിനിടയ്ക്ക് മുഴുവൻ കുഞ്ഞി ചുഴറ്റി മറ്റേ നമ്മളിങ്ങനെ ശംഖ് പോലത്തെ പല ടൈപ്പ് ഇതുണ്ട്. ഈ ചെടിയൊക്കെ എന്തൊക്കെ ടൈപ്പ് ചെടികളായി വെള്ളത്തിനടിയിൽ ഉണ്ടാവുന്നതെന്നൊക്കെ. ഇപ്പം മനുഷ്യന്മാർ കയറി നാശമാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ഫുള്ള് കുറേ ചപ്പും ചവറും ഇലയും കാടും പല്ലയും എല്ലാം കൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് നിങ്ങളൊന്ന് നോക്കിയത്, ആ സൺസെറ്റായേ ഞങ്ങളിത് കടലിനടുത്തേക്ക് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. കടലിനടുത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാം ഇതിങ്ങനെ വേസ്റ്റ് ഒന്നും അല്ലാട്ടോ, ഇതൊരു പ്ലാന്റാണ്. നമുക്കിങ്ങനെ അടുത്തുനിന്ന് ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ പറിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ചെടിയാണ് അത്. അവിടെയൊക്കെ കടലായിരുന്നു എന്ന് എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിവിടെ ഫുള്ളങ്ങ് ഇപ്പോൾ ഇത് നിങ്ങൾ ഈ കാണുന്ന കടലുണ്ടല്ലോ, ഈ കടലായിരുന്നു ഇവിടെ മൊത്തം. അതിങ്ങനെ മറ്റേ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ അതിങ്ങനെ നികത്തി എടുത്ത് ഇപ്പോൾ കടൽ ആ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു. വിശ്വസിക്കാൻ പറ്റാത്ത, എൻ്റെ കണ്ണിനെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയില്ലേ. അതായത് മുന്നോട്ട് നോക്കുമ്പം അങ്ങ് നിലയില്ലാത്ത കടലാണ് കാണുന്നത്. നമുക്ക് നോക്കത്താ ദൂരത്തോളം കടൽ കിടക്കും. അപ്പം ഞങ്ങളിങ്ങനെ നമ്മളിങ്ങനെ സൺസെറ്റ് കാണാനായിട്ട് വല്ല ടൂറൊക്കെ പോകുമ്പോൾ കാണുന്നല്ലാണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തിങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര അത്ഭുതമല്ലേ. ഇതുണ്ടല്ലേ, വേറെ എന്തോരം സ്ഥലങ്ങളുണ്ട് ഈ സൺസെറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടായിരിക്കും ഇത് കടലിനടിയിലേക്ക് തന്നെ പോകുന്നതെന്നൊക്കെ ഞാനിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്ന്. പക്ഷേ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും കണ്ടില്ല. ആ സൂര്യൻ ഇങ്ങനെ, ഞാനത് കുറേ നേരം ഇങ്ങനെ നോക്കിയത് എന്തൊരു അത്ഭുതം അല്ലേ. ആ ആകാശമൊക്കെ കണ്ടോ, സ്വർഗം ഇതാണോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അവിടെ ഒരു ഇങ്ങനെ കടൽ മുട്ടി ഇങ്ങനെ എല്ലാം കൊണ്ടിട്ടിട്ട് അവിടെ ഒരു വഴി പോലെ, പിന്നെ ആകാശത്ത് ഒരു ഗോൾഡൻ അവർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അതിങ്ങനെ കണ്ടുകൊണ്ട് അത് സൺസെറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഈ കടലിൻ്റെ ഈ സൈഡിലൊക്കെ കാണുന്ന ഇതൊന്നും മണലല്ല കേട്ടോ, അതെല്ലാം കുഞ്ഞെന്ന് പറഞ്ഞാൽ പറ്റാത്തത് ഇത്രയും ഈ ശംഖുകളാണ് അതല്ലാവേ, ഈ പിരിയൻ ശംഖ്. അപ്പോൾ ഞാനിതെല്ലാം കണ്ട് ഒരുമാതിരി വണ്ടറടിച്ച് നിൽക്കുവാണ് മൊത്തത്തിൽ. ആ ഒരു ലുക്ക് കണ്ടോ നിങ്ങൾ, ഫുൾ ക്ലിയർ വാട്ടറാണ്. നമുക്ക് എനിക്ക് ഇറങ്ങാനൊക്കെ പറ്റും. ഇവിടെ വേണം ഒടുക്കത്തെ തണുപ്പ്, ഇറങ്ങി അപ്പം തന്നെ തണുത്ത് മരിച്ച് കല്ലായി പോവും. അതുകൊണ്ട് ഞാൻ വെള്ളത്തിലോട്ടൊന്നും എനിക്ക് കൊതിയായിട്ട് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം ക്ലിയർ വാട്ടർ എന്ന് പറഞ്ഞാൽ ക്ലിയർ വാട്ടർ. ഇവിടെ ഈ കറുപ്പ് നിറത്തിൽ ഈ തീരത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ
അതൊരു പായലാണേ. ആ പായലാണ് നമ്മൾ നടന്നു വരുന്ന വഴിക്ക് താഴേക്ക് കിടക്കുന്നത് കാണുന്നത്. അത് കടലിനടിയിൽ വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ സൂര്യൻ താന്ന് പോയി. അങ്ങനെ സൺസെറ്റ് കഴിഞ്ഞു. പക്ഷേ എങ്കിൽ ആകാശത്തിൻ്റെ ആ വ്യൂ കണ്ടോ, ഞാൻ നിങ്ങളെ കാണിക്കാം. ഒരു ഫുൾ വ്യൂ സൂര്യൻ്റെ ഒരു ഇച്ചിരി കൂടെ താഴാനുള്ളൂ. ബാക്കി ഫുള്ളും അങ്ങ് താന്നു അങ്ങ് പോയി. സൺസെറ്റായിട്ടും ഒരു ചെറിയൊരു വെട്ടമൊക്കെ ഉണ്ട്. ആകാശത്തിൻ്റെ ഒരു കളറും ആ ഒരു മേഘവും ഈ ഒരു കടലും ഈ ഒരു വ്യൂവും, ഇത് സത്യം പറഞ്ഞാൽ ഇത് ഫോണിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇവർക്ക് എന്താ പ്രാന്താണോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ എങ്കിൽ ഇത് നേരിട്ട് കണ്ടിട്ട് എനിക്ക് കുറേ നേരത്തേക്ക് എന്തൊക്കെയോ മറ്റേ ആൾക്കാർ പറയത്തില്ല ഇങ്ങനെ ഡ്രഗ്സൊക്കെ അടിച്ചിട്ട് ആൾക്കാരിങ്ങനെ മായാലോകത്ത് കൂടെ നടക്കുന്നു എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഇത് കണ്ടോ. ഇങ്ങനെ വെള്ളം നമുക്കിങ്ങനെ സൂം ചെയ്ത് നോക്കി അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും കാണാം. അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ ഭയങ്കര ഒരു മീനിൻ്റെ, അതായത് നമ്മൾ ഈ ചെമ്മീൻ ഉണങ്ങുന്ന അങ്ങനത്തെ ഒരു സ്മെല്ലുണ്ട്. കാരണം ഈ കക്കയെല്ലാം കൂടെ കിടന്ന് ഉണങ്ങി ഡ്രൈ ആയിട്ട് അതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു വ്യൂവിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തേ ഇല്ല കേട്ടോ. ഭയങ്കര വ്യൂ. അത് ആ കിടക്കുന്നതൊക്കെ വലിയ ശംഖുകളും കുറേ ഇലച്ചെടികളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന വാട്ടർ പ്ലാന്റ്സ് ഒക്കെ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് തിരിച്ച് ഞാനിങ്ങനെ കയറി പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളെ വേറൊരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കടാ, ഒരു ഡെഡ് ബോഡിയാണ് കിടക്കുന്നത്, ഒരു മീനിൻ്റെ ഡെഡ് ബോഡി. ഞാൻ പറഞ്ഞില്ലാടാ ഇവിടെ കടലായിരുന്നെന്ന്. എല്ലാവരും വിശ്വസിക്കുക. ഇവിടെ ഫുള്ള് മീനും ഞണ്ടിൻ്റെ കിടപ്പുണ്ട്, പിന്നെ കുറേ ശംഖുകൾ, കക്കകൾ, പിന്നെ ആൾക്കാർ ജെട്ടിയൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ആരും മൈൻഡ് ചെയ്യണ്ട. ചെടികളൊക്കെ കണ്ടു. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പറിക്കണം. ഇതുണ്ട് ഒരു ചേട്ടൻ പോകുന്നത്. ആ ചേട്ടൻ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇവിടെ ആണെങ്കിൽ മീനിനെ ചൂണ്ടയിടാനല്ല, മീനിനെ പിടിക്കാൻ വേണ്ടി വന്നതാണ്, ചൂണ്ടയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്ക് അതൊക്കെ ഫുള്ള് കക്കയാണ്. ഞാൻ വിഷയത്തിനും തെന്നി മാറുന്നു. ആ അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ മീൻ ചൂണ്ടയിടാൻ വന്നതാണ്. ഇത് കണ്ടോ, ഇതൊരു ചുഴി പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതൊരു ചുഴി പോലെ അതിനകത്ത് നിറച്ച് മീനുകളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ അപ്പാപ്പനെ അടുത്ത് ചെന്ന് സംസാരിച്ചു. അത് ഞാൻ വീഡിയോയിൽ പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പന് മീനൊന്നും കിട്ടിയില്ല. അപ്പം പറഞ്ഞു ഇവിടെ മീനൊന്നുമില്ല, കടലങ്ങോട്ട് ഇറങ്ങിപ്പോയതുകൊണ്ട് ഇവിടെ മീനൊന്നുമില്ല, വേറൊരു സ്ഥലത്ത് മീനുണ്ട്, അവിടെ ആ സ്ഥലത്തേക്ക് പോയാൽ നിറച്ച് മീൻ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അങ്ങ് മുന്നോട്ട് നടക്കും. അതായത് നിങ്ങൾ ആലോചിക്കണം, നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ ആ കടലാണ്. അത് ഫുള്ള് നിരത്തി എടുത്തേക്കുന്ന കേട്ടോ. ഞാൻ പിന്നെ അവിടെ നിന്ന് കുറേ ചെടിയൊക്കെ പറിച്ചു. ഇത് കിളുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ആക്രാന്തത്തിൽ കുറച്ച് അവിടെ നിന്നുള്ള കുറേ ചെടിയൊക്കെ പറിച്ചെടുത്തു. അങ്ങനെ അതാ തിരിച്ചു പോകുമ്പോഴും നല്ല ക്ലിയർ സ്കൈ, നല്ല ആകാശം. അപ്പോൾ ഇനി വേറൊരു ഇതുപോലത്തെ വട്ടളകിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.